കൂട്ടുകാരുമായി തമാശ പറയാനും അടുത്തിടപഴകാനുമെല്ലാം ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഒന്നിച്ച് കളിക്കാനോ? കളി എന്നതൊരു നേരമ്പോക്ക് മാത്രമല്ലല്ലോ, സന്തോഷം ലഭിക്കുന്നതിനുള്ള ഒരു വഴി കൂടിയല്ലേ. ഒരു വിനോദം എന്നതിലുപരി ശാരീരികവും മാനസികവുമായ ആരോഗ്യവും കളികളിൽ കൂടി ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന, വളരെ പണ്ട് മുതലുണ്ടായിരുന്ന എത്ര കളികൾ അറിയാം? എത്ര കളികളുടെ പേരറിയാം? എത്ര കളികൾ കളിക്കാൻ അറിയാം? ഇട്ടൂലി പാത്തൂലി എന്താണെന്നറിയാമോ? അമ്മാന കളിയോ? പോട്ടെ, ഉപ്പ് കളി കളിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദേ ഇങ്ങോട്ട് പോന്നോളൂ. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കളി മാറാപ്പ് എന്ന പാഠഭാഗം. നാടൻ കളികൾ നിറച്ച മാറാപ്പുമായി നാട് ചുറ്റുന്ന നാടോടിയെക്കുറിച്ചാണ് ഈ കവിത. പലതരം കളികൾ നാടോടിയുടെ മാറാപ്പിലുണ്ട്. എന്തൊക്കെയാണെന്നോ? തലപ്പന്ത്, കുഴിപ്പന്ത്, ഇട്ടൂലി പാത്തൂലി, അമ്മാനകളി, ഉപ്പുകളി, തൊട്ടുകളി, ഗോലികളി, ഏറുപന്ത്, കണ്ണുകെട്ടിക്കളി, അങ്ങനെ ഒരുപാട് കളികൾ. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് മലയാളമാണേ. സെക്കൻഡ് ടൈമിലെ കളിക്കാം ചിരിക്കാം എന്ന 4ാമത്തെ യൂണിറ്റിലെ കളി മാറാപ്പ് എന്ന കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CBS ക്ലാസ്സുകളുടെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലിലെ ക്ലാസ് 4 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതിയേ. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം. മക്കളുടെ സെക്കൻഡ് ടൈം മലയാളം പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 87, കളിക്കാം ചിരിക്കാം, യൂണിറ്റ് 4. ചിത്രം നോക്കിയ മക്കളെ, ആദ്യം ആ ചിത്രത്തിലുള്ള ഓരോരുത്തരുടെയും മുഖത്തേക്കൊന്ന് നോക്കിയേ. എല്ലാവർക്കും സന്തോഷമാണ് അല്ലേ? അവർ എന്ത് ചെയ്യുകയാണ് മക്കളെ? മഴ നനയുകയാണ്. വേനലിൻ്റെ കടുത്ത ചൂടിന് ശമനം നൽകിക്കൊണ്ട് പെയ്യുന്ന ആദ്യ മഴയാവാം ഇതെന്നാണ് ചിത്രം കണ്ടിട്ട് തോന്നുന്നത്. എന്താണെന്നോ? എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കിയേ മക്കളെ. അവർ ഈ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്ന് തോന്നുന്നില്ലേ? അതായത് ഇതൊരു മഴക്കാല ചിത്രമാകാൻ തീരെ സാധ്യതയില്ല. എന്തെന്നോ? മഴക്കാലമാണെങ്കിൽ എല്ലാ ദിവസവും മഴ പെയ്യുകയും നമുക്കൊരു മടുപ്പൊക്കെ തോന്നുകയും ചെയ്യില്ലേ മക്കളെ? എന്തൊരു മഴയായത്, പുറത്തേക്കൊന്ന് ഇറങ്ങാൻ കൂടി വയ്യല്ലോ. നമ്മളിങ്ങനെ പറയാറില്ല ഇടയ്ക്കൊക്കെ. എന്നാൽ വേനൽക്കാലത്തോ? ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മൾ ആശിച്ചു പോകും, ഒരു പുതുമഴ പെയ്തിരുന്നെങ്കിലെന്ന്. ഈ ചിത്രത്തിൽ കാണുന്നതും അത്തരത്തിലൊരു മഴയാവാനാണ് സാധ്യത. ചിത്രം ഒന്നുകൂടി സൂക്ഷിച്ച് ശ്രദ്ധിച്ചു നോക്കിയേ മക്കളെ. ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. മഴ വീട്ടുമുറ്റത്ത് നല്ല തകൃതിയിൽ പെയ്യുകയാണല്ലേ. തകർത്ത് തിമിർത്ത് മഴ പെയ്യുകയാണ്. 2 പെൺകുട്ടികൾ മഴവെള്ളത്തിൽ ചാടി രസിക്കുന്നത് കണ്ടോ? മറ്റു 2 പെൺകുട്ടികൾ കടലാസ് വഞ്ചി ഉണ്ടാക്കി കളിക്കുന്നുണ്ട്. അത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ആൺകുട്ടിയെയും കാണാം. അതിന് തൊട്ടടുത്ത് തന്നെ 2 മുതിർന്ന പെൺകുട്ടികൾ മഴ നനഞ്ഞുകൊണ്ട് രസിക്കുന്നുണ്ട്. വരാന്തയിലേക്ക് നോക്കിയ മക്കളെ, 2 കൊച്ചു കുട്ടികൾ മഴയുടെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് മഴവെള്ളം അവരുടെ കാലുകൾ കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് രസിക്കുകയാണ്. മുത്തശ്ശിയെ കണ്ടോ? ഇതെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് മുത്തശ്ശി. ഇങ്ങനെ എത്രയെത്ര മഴകളുടെ മേളം കണ്ടതാവാം മുത്തശ്ശി. മുത്തശ്ശിയുടെ കണ്ണുകളിൽ എന്നിട്ടും മഴയുടെ കൗതുകമുണ്ട് അല്ലേ? കാറ്റിലും മഴയിലും ചില്ലകൾ വിടർത്തി ചാമരം വീശുന്ന മരങ്ങളും നമുക്ക് കാണാം. കുടുംബത്തിലെ ഓമന മൃഗത്തിനായിട്ട് അവർ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കൊച്ചു കൂട് കണ്ടില്ലേ? അടുത്ത 2 പേജുകൾ നോക്കിയ മക്കളെ, ഈ 2 പേജുകളിലായിട്ട് തന്നിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ? കളിമാറാപ്പ് എന്ന പാട്ടിനൊപ്പമുള്ള ഈ ചിത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത് പലതരത്തിലുള്ള കളികളെക്കുറിച്ചാണ്. കുറേ കുട്ടികൾ കളിക്കുന്നത് കണ്ടില്ലേ? ചിലർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, മറ്റു ചിലർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, പട്ടം പറത്തി കളിക്കുന്ന കൂട്ടുകാരുണ്ട്, സൈക്കിൾ ചക്രം ഉരുട്ടി വണ്ടി ഓടിച്ച് കളിക്കുന്ന ഒരു പയ്യനെ കാണാം, മറ്റൊരാൾ പാളയിലിരുത്തി വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഒരാളെ. കണ്ടോ? ഇത്രയും കളികൾ മാത്രമല്ല, മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കുട്ടികളുണ്ട്, പേപ്പർ കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കി പറത്തി കളിക്കുന്ന കുട്ടികളുണ്ട്, കൈ പിടിച്ച് വട്ടം കറങ്ങിയും കയ്യിൽ അടിച്ചും പരസ്പരം കളിക്കുന്ന പെൺകുട്ടികളുണ്ട്. അതുമാത്രമല്ല, ബാഡ്മിൻ്റൺ, കബഡി കളി, അങ്ങനെ പലതരം കളികൾ കളിക്കുന്ന ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്ന ഒരു കുട്ടിയെ കണ്ടോ മക്കളെ? വിനോദം മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിന് പുറത്താകുമ്പോൾ കൂടുതൽ രസകരമായിരിക്കുമെന്ന് മക്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നതിനേക്കാൾ എങ്ങനെ കളിക്കുന്നതാണ് രസം? കൂട്ടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, ഇനി നമുക്ക് ഈ കവിതയൊന്ന് ചൊല്ലി നോക്കാം. കളി മാറാപ്പ്. തകതൈ തക തകതൈ തക തകതൈ തകതൈതാരം തകതൈ തക തകതൈ തകതൈതാരം.
എവിടെ നിന്നു വരുന്നു നീ നാടോടി നിന്റെ മാറാപ്പിൽ എന്തൊക്കെ താരം. മലനാടും താണ്ടി വന്നു കൂട്ടരെ ഞാൻ എൻ്റെ മാറാപ്പിൽ കളികളാണ് താരം. തലപ്പന്ത് കുഴിപ്പന്ത് ഇട്ടൂലി പാത്തൂലി അമ്മാനക്കളികളുണ്ട് താരം. ഉപ്പുകളി തൊട്ടുകളി ഗോലികളി ഏറുപന്ത് കണ്ണുകെട്ടി കളികളുണ്ട് താരം. തകതൈ തക തകതൈ തക തകതൈ തകതൈ താരം. തകതൈ തക തകതൈ തകതൈ താരം. തകതൈ തക തകതൈ തക തകതൈ തകതൈ താരം. തകതൈ തക തകതൈ തകതൈ താരം. ആദ്യ വായനയിൽ തന്നെ മക്കൾക്ക് ഏകദേശം അർത്ഥമെല്ലാം മനസ്സിലായില്ലേ? ആദ്യത്തെ വരിയിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നാടോടിയോട് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? നിന്റെ മാറാപ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന്. നാടോടികൾ ആരാണ് മക്കളെ? ഒരിടത്തും ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിക്കാത്ത ഒരു വിഭാഗം ജനങ്ങളെയാണ് നാടോടികളെന്ന് നമ്മൾ വിളിക്കുന്നത്. അവർ എപ്പോഴും ദേശാടനം ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർക്ക് പല ദേശങ്ങൾ താണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഈ ഓരോ സ്ഥലങ്ങളിലെയും പ്രത്യേകതകളെല്ലാം അറിയാൻ സാധിക്കും. ഇവിടെ നാടോടിയോട് കവിതയിൽ ചോദിച്ചിരിക്കുന്നത് നാടോടിയുടെ കയ്യിലുള്ള മാറാപ്പിൽ എന്തൊക്കെയുണ്ടെന്നാണ്. എന്താണ് ആ മാറാപ്പിൽ ഉള്ളതെന്ന്. മാറാപ്പ് എന്നാൽ വസ്ത്രം കൊണ്ടുള്ള ഒരുതരം ഭാണ്ഡക്കെട്ടാണേ. നമ്മൾ യാത്ര പോകുമ്പോൾ എവിടെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാവും അല്ലേ? അതേ ഉപയോഗം തന്നെയാണ് ഈ മാറാപ്പിനും ഉള്ളത്. എവിടെ നിന്നു വരുന്നു നീ നാടോടി നിന്റെ മാറാപ്പിൽ എന്തൊക്കെ താരം. ഈ 4 വരികളുടെ അർത്ഥം മകൾക്ക് മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നാടോടി എന്താണ് തിരിച്ചു പറഞ്ഞതെന്ന് നോക്കാം. മലനാടും താണ്ടി വന്നു കൂട്ടരെ ഞാൻ എൻ്റെ മാറാപ്പിൽ കളികളാണ് താരം. നാടോടി പറയുകയാണ്, കൂട്ടുകാരെ ഞാൻ മലനാട് താണ്ടിയാണ് വരുന്നതെന്ന്. മലനാട് എന്നാൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന സ്ഥലമാണ് മക്കളെ? ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മലനാടെന്നും ഇടനാടെന്നും തീരദേശമെന്നും. ഇതിൽ ഒരു വിഭാഗമാണ് മലനാട്. അതായത് കേരളത്തിൽ ഏറ്റവും ഉയരം കൂടുതലുള്ള പ്രദേശത്തെയാണ് നമ്മൾ മലനാട് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം ഉയരമുള്ള പ്രദേശങ്ങളൊക്കെ താണ്ടി യാത്ര ചെയ്താണ് താൻ വരുന്നതെന്ന് നാടോടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ മാറാപ്പിൽ എന്താണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാറാപ്പിൽ എന്തായിരുന്നു? നാടോടിയുടെ മാറാപ്പിൽ കളികളായിരുന്നു. എന്തൊക്കെ കളികളുണ്ടെന്ന് അറിയണമെങ്കിൽ അടുത്ത വരികൾ വായിച്ചു നോക്കാം. തലപ്പന്ത് കുഴിപ്പന്ത് ഇട്ടൂലി പാത്തൂലി അമ്മാനക്കളികളുണ്ട് താരം. നാടോടിയുടെ മാറാപ്പിലുള്ള കളികളുടെ പേരുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തലപ്പന്ത് കളിയുണ്ട്, കുഴിപ്പന്ത് കളിയുണ്ട്, ഇട്ടൂലി പാത്തൂലി കളിയുണ്ട്, അമ്മാനക്കളികളുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ മാറാപ്പിൽ ഭദ്രമായി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് കളികളും കൂടി അദ്ദേഹത്തിൻ്റെ മാറാപ്പിലുണ്ട്. ഉപ്പുകളി, തൊട്ടുകളി, ഗോലികളി, ഏറുപന്ത്, കണ്ണുകെട്ടി കളികളുണ്ട് താരം. ഏതൊക്കെ കളികളുടെ പേരാണ് മക്കളെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഉപ്പ് കളിയുണ്ട്, തൊട്ട് കളിയുണ്ട്, ഗോലി കളിയുണ്ട്, ഏറുപന്തുണ്ട്, പിന്നെ കണ്ണുകെട്ടി കളികളും അദ്ദേഹത്തിൻ്റെ മാറാപ്പിൽ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാടോടിയുടെ ഭാണ്ഡക്കെട്ടിലുള്ള കുറച്ച് കളികളെക്കുറിച്ചുള്ള ഇത്തിരി വിവരങ്ങൾ ഞാൻ പറയാമേ. ഒന്നാമതായിട്ട് ഉപ്പ് കളി എങ്ങനെയാണ് കളിക്കുന്നതെന്ന് മക്കൾക്കറിയാമോ? കുട്ടികൾ 2 ടീമായിട്ട് തിരിഞ്ഞ് കളിക്കുന്ന ഒരു കളിയാണിത്. ഒരു ടീം ഉപ്പ്, അതായത് പൂഴിമണൽ ഒളിപ്പിച്ചു വെക്കും. മറ്റേ ടീം അത് കണ്ടെത്തും. ഇതാണ് കളി. ഒളിപ്പിക്കുന്ന ടീം കയ്യിൽ കരുതിയിരിക്കുന്ന പൂഴിമണൽ പലയിടത്തായിട്ട് കൂനുകളാക്കി ഒളിപ്പിച്ചു വെക്കും. കണ്ടുപിടിക്കേണ്ട ടീം ഈ സമയം മാറി ഒരിടത്ത് നിൽക്കുകയും ഉപ്പ് ഒളിപ്പിക്കാനായി ഒരു സമയം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. ഒളിപ്പിച്ചു കഴിഞ്ഞാൽ എതിർ ടീം ഇത് കണ്ടെത്തണം. അതായത് ഉപ്പ് കണ്ടുപിടിച്ച് മായ്ച്ചു കളയണം. കണ്ടുപിടിക്കാത്തത് കടമായി കൂട്ടുകയും മാറി മാറി കളി തുടരുകയും ചെയ്യും. ഇതാണ് ഉപ്പുകളി. ഇട്ടൂലി പാത്തൂലി ഒരു നാടൻ കളിയാണ് ഇട്ടൂലി പാത്തൂലി. ചൂട് തണുപ്പ് കളിയെന്നും ഇതിന് പേരുണ്ട്.
കുറച്ചു കുട്ടികൾ ഒന്നിച്ചൊരു സ്ഥലത്ത് കണ്ണടച്ച് നിൽക്കണം. ഒരാൾ ഒരു സേഫ്റ്റി പിൻ മറ്റുള്ളവർ കാണാതെ നിലത്തെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും. കൂട്ടത്തിലുള്ളവർ സേഫ്റ്റി പിൻ കണ്ടുപിടിക്കാൻ തിരച്ചിൽ ആരംഭിക്കും. സേഫ്റ്റി പിന്നിൻ്റെ അടുത്തെത്തിയാൽ ഒളിപ്പിച്ച ആൾ ചൂട് ചൂട് എന്ന് പറയും. അകലെയാണെങ്കിലോ തണുപ്പ് തണുപ്പ് എന്നും പറയും. സേഫ്റ്റി പിൻ കണ്ടുപിടിക്കുന്ന ആളാണ് അടുത്ത കളിയിൽ പിന്നൊളിപ്പിക്കേണ്ടത്. ഇങ്ങനെ കളി തുടർന്നു പോകും. ഒരെണ്ണം കൂടി നോക്കാം. കുഴിപ്പന്ത് കളി. ഓലപ്പന്ത് കൊണ്ടാണ് കുഴിപ്പന്ത് കളിക്കുന്നത്. കളിക്കുന്ന എല്ലാവരും ഓരോ ചെറിയ കുഴിയുണ്ടാക്കണം. ഓരോ കുഴിയും കുഴിച്ചവർക്ക് അവകാശപ്പെട്ടതാണ്. കുഴികളെല്ലാം നേർരേഖയിലും ആയിരിക്കണം. കുഴികളുടെ രണ്ടറ്റത്തും ഓരോരുത്തരും മറ്റുള്ളവർ ചുറ്റിലുമായും നിൽക്കുക. അറ്റത്ത് നിൽക്കുന്നയാൾ കുഴികൾക്ക് മുകളിലൂടെ പന്ത് ഉരുട്ടണം. പന്ത് ആരുടെ കുഴിയിലാണോ വീഴുന്നത് അവർ പന്തെടുത്ത് അവിടെ നിന്ന് കളിക്കുന്നവരിൽ ആരെങ്കിലും എറിയണം. പന്ത് കാൽമുട്ടിന് താഴെ മാത്രമേ എറിയാവൂ എന്നത് ശ്രദ്ധിക്കണം. ഏറെ കൊണ്ടയാൾ തനിക്ക് അവകാശപ്പെട്ട കുഴിയിൽ ഒരു കല്ലിടണം. അയാൾ ആ പന്ത് കൊണ്ട് മറ്റാരെയെങ്കിലും എറിയുകയും വേണം. വീണ്ടും പന്തുരുട്ടിക്കളി തുടരും. ഇങ്ങനെ ആരുടെ കുഴിയിലാണോ 5 കല്ല് ആദ്യം വീഴുന്നത് അയാൾ പുറത്താകും. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം മക്കളെ. ഒന്നാമത്തെ ചോദ്യം കവിത താളമിട്ട് ചൊല്ലി അവതരിപ്പിക്കാനാണ്. നമ്മൾ ഒരു ഇനത്തിൽ ചൊല്ലി നോക്കി മറ്റു ഇനങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഒന്ന് ചൊല്ലി നോക്കണേ മക്കള്. രണ്ടാമത്തെ ചോദ്യം കളിക്കാൻ കൊതിക്കാത്തവരില്ല. കളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാകാൻ കാരണം എന്ത്? കളി എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഒരു വിനോദം എന്നതിലുപരി ശാരീരികമായ ആരോഗ്യവും മാനസികമായ ഉല്ലാസവും നമുക്ക് കളിയിൽ കൂടി ലഭിക്കുന്നു. കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ വേദനകളും വിഷമങ്ങളും എല്ലാം നമ്മൾ മറക്കും. കൂട്ടുകാരുമായി തമാശ പറയാനും അടുത്തിടപഴകാനും എല്ലാം ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? കളി എന്നത് ഒരു നേരം പോക്ക് മാത്രമല്ല, സന്തോഷം ലഭിക്കുന്നതിനുള്ള നല്ലൊരു വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ മുതിർന്നവരും കുട്ടികളുമെല്ലാം കളിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ചോദ്യം പുതിയ കളികളുടെ പേരുകൾ ചേർത്ത് ഈ കവിതയുടെ താളത്തിൽ വരികൾ എഴുതൂ. കാടും മേടും താണ്ടി വന്ന സഞ്ചാരി നിന്റെ ഭാണ്ഡത്തിൽ എന്തെല്ലാം തെയ്തെയ്താരം. രാജാവും മന്ത്രിയും ആനയും കുതിരയും നീങ്ങുന്നൊരു ചെസ്സുണ്ട് തെയ്തെയ്താരം. ബാറ്റുണ്ട് ബോളുണ്ട് സ്റ്റമ്പുണ്ട് റൺസുണ്ട് രസമുള്ളൊരു ക്രിക്കറ്റിൽ തെയ്തെയ്താരം. കബഡി കളി ക്യാരംസ് കളി കസേര കളി ഹോക്കി കളി പല്ലാങ്കുഴി കളിയുമുണ്ട് തെയ്തെയ്താരം. തകതെയ് തക തകതെയ് തക തകതെയ് തകതെയ്താരം തകതെയ് തക തകതെയ് തകതെയ്താരം. ഓക്കെ മൈ ഡിയേഴ്സ്, ഒത്തിരി നാടൻ കളികൾ നിറച്ച ഒരു മാറാപ്പുമായിട്ട് നാട് ചുറ്റി വന്ന നാടോടി. അദ്ദേഹം കൊണ്ടുവന്ന കുറേയേറെ കളികൾ. ഇഷ്ടമായോ മക്കൾക്ക് ഇതൊക്കെ? നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമേ. താങ്ക് യു ഫോർ വാച്ചിങ്.